സ്വകാര്യ കമ്പനിയെ കരാർ ഏൽപ്പിച്ചതോടെ കെ.എസ്.ആർ.ടി.സി കൊറിയറിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായിരിക്കുകയാണ്. തൊഴിലാളികൾ ആവശ്യപ്പെട്ട ശമ്പള പരിഷ്കരണം കരാർ കമ്പനി തള്ളിയതോടെയാണ് കൗണ്ടറിലിരിക്കാൻ പോലും പലയിടത്തും ആളില്ലാതായത്. അതേസമയം മാന്ദ്രയിൽ നിന്നുള്ള കമ്പനി കൊറിയർ സെന്ററുകളുടെ പ്രവർത്തനം ഏറ്റെടുത്തു കഴിഞ്ഞു. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. ഈ ചർച്ച അലസി പിരിഞ്ഞതോടെയാണ് കെ.എസ്.ആർ.ടി.സി കൊറിയർ സംവിധാനം നിലച്ചത്. കൊറിയർ പ്രവർത്തനം സ്വകാര്യ കമ്പനിക്ക് കരാർ നൽകിയതിന് പിന്നാലെയായിരുന്നു ചർച്ച. കൃത്യത, വേഗത, വിശ്വസ്തത, ഇത് മൂന്നുമാണ് കെ.എസ്.ആർ.ടി.സി കൊറിയറിന്റെ ആപ്തവാക്യം. ആ വിശ്വസ്തത ഉള്ളതുകൊണ്ടാണ് പലരും കെ.എസ്.ആർ.ടി.സി കൊറിയറിനെ ആശ്രയിച്ചിരുന്നത്. 16 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ കൊറിയർ എത്തേണ്ട സ്ഥലത്ത് എത്തുമായിരുന്നു. അതെല്ലാം പ്രത്യേകതയായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം തകർന്ന അവസ്ഥയിലാണ്. 18 വർഷമായിട്ട് കെ.എസ്.ആർ.ടി.സിയുടെ തൊഴിലാളിയാണ് ഞാൻ. പുതിയ സോഫ്റ്റ്വെയറിന്റെ പരിചയപ്പെടുത്തലിന് ശേഷമാണ് ഞങ്ങളോട് പറയുന്നത് 15-ാം തീയതി മുതൽ പുതിയ ഒരു സ്വകാര്യ കമ്പനിയാണ്, ആന്ധ്ര ബേസ്ഡ് ആയിട്ടുള്ള സിങ്ക് സൊല്യൂഷൻസ് എന്ന പ്രൈവറ്റ് കമ്പനിയാണ് പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അതിൽ ജോലി ചെയ്യാം. കെ.എസ്.ആർ.ടി.സിയുമായിട്ടുള്ള സകല ബന്ധങ്ങളും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുമ്പോൾ ഞങ്ങൾ ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. 8 മണിക്കൂർ ജോലിക്ക് 715 രൂപ വേണമെന്നാണ് തൊഴിലാളികളുടെ ആവശ്യം. 8 മണിക്കൂറിന് ശേഷമുള്ള ഓരോ മണിക്കൂറിനും അധിക തുകയും ആവശ്യപ്പെടുന്നു. എന്നാൽ കമ്പനിയും കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റും ഇത് അംഗീകരിച്ചിട്ടില്ല. നിലവിൽ 12 മണിക്കൂറിന് 715 എന്നതാണ് ശമ്പളമെന്ന വാദമുയർത്തിയാണ് തൊഴിലാളികളുടെ ആവശ്യം തള്ളിയത്. തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ കെ.എസ്.ആർ.ടി.സി കൊറിയർ കേന്ദ്രമാണ് ഇത്. ഇവിടെയും പൂർണ്ണമായി പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. കാരണം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. കൊറിയർ കെ.എസ്.ആർ.ടി.സിക്ക് ടിക്കറ്റേതര വരുമാനമാണ്, ലാഭകരവുമായിരുന്നു. എന്നാൽ കൊറിയർ കൃത്യസമയത്ത് എത്താത്ത പരാതി, സാധനങ്ങൾക്ക് കേടുപാടുണ്ടാകുന്നു, ഇതെല്ലാം ആയതോടെയാണ് തലവേദന ഒഴിവാക്കി ദൈനംദിന പ്രവർത്തനം സ്വകാര്യ കമ്പനിക്ക് നൽകിയത്. എന്നാൽ കെ.എസ്.ആർ.ടി.സിയുടെ മേൽനോട്ടമുണ്ടാകും. ശമ്പള പരിഷ്കരണമാണ് തൊഴിലാളികൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ കമ്പനിയും കെ.എസ്.ആർ.ടി.സി മാനേജ്മെന്റും തയ്യാറാകുന്നില്ല. ആത്യന്തികമായി നഷ്ടം തൊഴിലാളികൾക്ക് തന്നെ. ജയേന്ദ്രൻ മുല്ലമ്പാറയ്ക്കൊപ്പം എ.കെ. സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.